ഉണ്ണികൃഷ്ണ, ഇവനിത് എവിടെ പോയി കിടക്കുന്നത്? ഇങ്ങോട്ട് വാ. എടാ, അച്ഛന് 3-4 പേരുമായിട്ട് ഭയങ്കര തർക്കം. എവിടെ? ഡിപ്പോയില്. ഓരോരുത്തന്മാര് ശരീരത്തിന്റെ പല ഭാഗത്തായി 10-150 ഇഡ്ഡലി ഫിറ്റ് ചെയ്തോണ്ടാ നിക്കുന്നത്. എടാ, മസിൽ അടിച്ച് പെരുക്കിയേക്കുന്നെന്ന് കണ്ടാ ഗുണ്ടകളെ പോലുണ്ട്. നീ ഇത്രയും ധൃതി വെച്ച് അങ്ങോട്ട് പോകാതെ. എടാ, ആദ്യത്തെ 2 അച്ഛനിട്ട് കിട്ടട്ടെ. എനിക്ക് സാധിക്കാത്തതാ, നിനക്കറിയോ? നീ അങ്ങോട്ട് എവിടെ പോകുന്നു? നീ പേടിക്കണ്ടെന്ന്. ഞാൻ എങ്ങോട്ടെങ്കിലും ഓടി രക്ഷപ്പെട്ടോളാം. ഇങ്ങോട്ടല്ല, ഇത് ശ്യാമളയുടെ വീട്ടിൽ പോണ വഴിയല്ലേ? അതെങ്കിൽ അത് 28 വർഷമായി നടത്തുന്ന സ്ഥാപനമായത് വെറും 2 പശുവിൽ തുടങ്ങിയതാ. ഇപ്പൊ ഈ വളർന്ന് പന്തലിച്ച് നിൽക്കുന്നേ. കള്ളച്ചെട്ടി നടത്തി നാട്ടുകാരുടെ പണം പിടുക്കി ഫ്ലാറ്റ് പണിയുന്നവർക്കേ വിയർപ്പിന്റെ അധ്വാനത്തിന്റെ വിലയറിയാൻ മേല. വിയർപ്പിന്റെ അധ്വാനത്തിന്റെ ചരിത്രം ഞങ്ങൾക്കും അറിയാം. ചാണകം വാരി കൊട്ടയെ ചുമന്ന് നടന്നതും എന്തോ ചീഞ്ഞ സാധനം കൂടി ചേർത്ത് മാധവ ജൈവവളമെന്നും പറഞ്ഞ് നാട്ടുകാരെ പറ്റിക്കുന്നതും ഒരിക്കലും വിട്ടുമാറാത്ത ചൊറി കാരണം നാട്ടുകാർ വളംകടി മാധവൻ പേരിട്ടതൊക്കെ. എന്റെ സ്ഥാപനത്തിൽ വന്നിട്ട് എന്നെ ആക്ഷേപിക്കുന്നു. മര്യാദയ്ക്ക് സംസാരിച്ചാൽ മതി. ഇല്ല, ഇറങ്ങ. ഈ സാർ ഇത്രയും നേരം പറഞ്ഞിട്ട് തനിക്ക് മനസ്സിലായില്ല? ഞാൻ ജനിച്ചു വളർന്ന് വന്ന ഇത് ഇവിടുന്ന് മാറുമെന്ന് പറയാൻ ആർക്കും ഒരു അവകാശവും ഇല്ല. താൻ ഇവിടുന്ന് മാറില്ല. ഈ ചാണ ഫാക്ടറി ഇവിടെ നിന്ന് മാറ്റിയാൽ മതി. ഇത് കണ്ടോ, ഫ്ളാറ്റിന്റെ പാതി പണി തീർത്തിട്ടിരിക്കുക. ഫ്ളാറ്റ് വാങ്ങാൻ വരുന്നവർ ഈ നാറ്റോടിച്ച പിന്നെ വാങ്ങുവോ? സാറാണെങ്കിൽ കോടിക്കണക്കിന് ചെലവാക്കുകയും ചെയ്തു. ചുറ്റുവട്ടം മനസ്സിലാക്കാതെ ഇവിടെ കൊണ്ട് ഫ്ളാറ്റ് ഉണ്ടാക്കാൻ ആരാ പറഞ്ഞു? കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇനി ചെയ്യാൻ പറ്റുന്നതിനെ കുറിച്ച് ചിന്തിച്ചാൽ മതിയല്ലോ. ചാത്തമ്പാറയിൽ സാറ് തന്നെ സ്ഥലം വാങ്ങി ഫാക്ടറിക്ക് കെട്ടിടവും പണിത് തരും. എന്താ അങ്ങോട്ട് മാറ്റിക്കൂടെ ഈ ചാണകക്കുഴി? എന്നാ പിന്നെ ഫ്ളാറ്റ് അങ്ങോട്ട് മാറ്റിക്കൂടെ? അതല്ലേ കുറെ കൂടി എളുപ്പം. ആരുടെ ഓശാത്തിന് കാത്തു നിൽക്കാൻ വേണ്ട. കുഴിച്ചിട്ട കല്ലും മണ്ണും സിമന്റും ഒക്കെ തോണ്ടിക്കൊണ്ട് പോവാല്ലോ. അത് ശരിയാ. അതാ ശരി. അപ്പൊ സാറ് നോക്കോ, ഇത് ഞാൻ ഡീൽ ചെയ്തോളാം. അപ്പൊ മര്യാദക്ക് പറഞ്ഞാൽ താൻ അനുസരിക്കില്ല. എടാ, ചവിട്ടി പൊളിക്കടാ ഈ ചാണകക്കുഴി എല്ലാം കൂടെ. എന്റെ ഈശ്വര, വാളയാർ മണിയപ്പൻ, ഇവൻ മഹാപെശക. വാടാ, എന്റെ കൈ കൊണ്ട് ചാകുന്നതിലും ഭേദം വല്ല പാണ്ടി ലോറിക്ക് തലവയ്ക്കുന്നതാ.
ഞങ്ങളുടെ അണ്ണൻ എന്തെങ്കിലും സംഭവിച്ചാ തിരിച്ചു വരും ഞങ്ങള്. തീർത്തുകളെ നിന്നൊക്കെ എടുക്കാൻ വേണ്ടി. സംഗതി പുലിവാലാവുന്ന തോന്നുന്നത്. സീരിയസാ, രക്ഷപ്പെടുമെന്ന് തോന്നുന്നില്ല. അയ്യോ, താൻ അടിക്കുന്നത് മറ്റാരെങ്കിലും കണ്ടോ? ഒളിച്ചു നിന്നല്ലേ ചാമ്പിയത്? ആരും കണ്ടില്ല. കൃഷ്ണനാ ബാക്കിയുള്ളവരൊക്കെ കൈകാര്യം ചെയ്ത്. എന്നാൽ ഇനി മറ്റൊന്നും ആലോചിക്കണ്ട. കൃഷ്ണന്റെ തല കെട്ടിവെക്ക്. അയ്യോ, അവൻ പോലീസിന് പിടി തരണ്ട. എങ്ങോട്ടേലും മാറി നിൽക്കട്ടെ. കൊട്ടേശങ്കർ അവനെ തെരഞ്ഞെടുന്നോളൂ. അങ്ങനെ ആ ശല്യം തീരും. അല്ല, ഞാൻ എന്താ? മണിയപ്പൻ ചത്ത താൻ അകത്ത് പോകേണ്ടി വരും. രക്ഷപ്പെടാനുള്ള ഒരേ ഒരു മാർഗമാണ് ഞാൻ പറയുന്നത്. എന്താ വേണ്ടെന്ന് താൻ തന്നെ തീരുമാനിച്ചു. കൊള്ളാം. ഓടി വന്ന് ജീവൻ രക്ഷിച്ചതിന് പകരമായിട്ട് ഇപ്പോ ഇവൻ ഇവിടുന്ന് പോണം. അതെ, മലയാളത്തിൽ നന്ദി എന്നൊരു വാക്കുണ്ട്. ഇംഗ്ലീഷിൽ ഏകദേശം അങ്ങനെയൊക്കെ തന്നെ പറയും. അത് വേണം മനുഷ്യനായ. നീ ഇപ്പൊ അങ്ങനെ ഇംഗ്ലീഷ് ആവണ്ട. പിന്നെ ഞാൻ പറഞ്ഞ കൃഷ്ണന്റെ നന്മയ്ക്കാ. ആ കൊണ്ട് എത്താ നീ ജയിലിൽ പോകേണ്ടി വരും. നീയാണല്ലോ അവനെ തലയിൽ പൊളിച്ചത്. അല്ല ഞാനോ? അത് സംശയമാണോ? ഇതാ പറയുന്നത്. അടുത്തിറങ്ങിയാ പിന്നെ അവന് കണ്ണുമൂക്കും കാണുകയില്ല. ഇനിയിപ്പൊ അവൻ രക്ഷപ്പെട്ടാലും അവന്മാര് ഭാരം ചോദിക്കാതിരിക്കില്ല. നിന്നെ മാത്രാണോ ഞങ്ങളെ അവന്മാർ വെച്ചേക്കോ? പകരം ചോദിക്കാൻ വന്നാലേ എന്റെ ശവം വീണട്ടെ നിങ്ങളുടെ മേത്തൊരുന്നുള്ള മണ്ണ് വീഴൂ. അതാ അതിന്റെ ശരി. അത്രയ്ക്ക് പേടിയാണെങ്കിലേ എവിടെങ്കിലും കയറി അടച്ചുപൂട്ടിയിരുന്നു. കൃഷ്ണൻ എങ്ങോട്ടും പോണില്ല. നീയും അമ്മ ഇവിടെ കാലെടുത്ത് വെച്ച പിന്നെ ഇവിടെ ഈ ഗതിയൊക്കെ ഉണ്ടായത്. അതൊന്നും ആരും മറക്കരുത്. എടി, അതുകൊണ്ട് തന്നെ ഞാനീ പറയുന്നേ, കൃഷ്ണ ഒന്നും സംഭവിക്കാതിരിക്കാൻ കുറെ കാലം ഒന്ന് മാറി നിന്ന് ഈ പുക്കാറൊക്കെ ഒതുങ്ങി കഴിയുമ്പോ തിരിച്ചു പോരുകയും ചെയ്യാമല്ലോ. ഞാനിപ്പോ ഏസയെ കണ്ടിട്ട് വരിക. പാട്ടിക്കാട് ഗുണ്ടായ മണിയപ്പൻ. മോളിനെങ്ങാനും വിളി വന്ന ഒരേമ്പരാന് പോലും നമ്മളെ സഹായിക്കാൻ പറ്റുകയില്ല. ശത്രുക്കളാണ് തക്കം പാത്ത് നിൽക്കുക നമ്മുടെ നാശം കാണാൻ. ശരിയാമ്മേ, ഞാൻ ഇവിടുന്ന് മാറുന്നതാ നല്ലത്. പോലീസും ഗുണ്ടകളും അടിയും വഴക്കും എന്നൊക്കെ പറയുമ്പോ കച്ചവടത്തെ തന്നെ ബാധിച്ചു എന്ന് വരും. അച്ഛനെ ആദ്യം പറഞ്ഞപ്പോ ഒരു വിഷമം തോന്നി. അതാ മടി കാണിച്ചത്. 4-5 വയസ്സ് മുതൽ ഓടിക്കളിച്ചാടുന്ന വീടല്ലേ ഇത്. കരള് പറിച്ചു വേണം പോവാൻ. ഞാൻ പൊയ്ക്കോളാം അച്ഛ. എനിക്കറിയാടാ, ഞാൻ പോകുന്നതില് നിനക്ക് വല്ലാത്ത വിഷമമുണ്ടെന്ന്. അതെ, നീ പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ ചാണകം മുഴുവൻ ഞാൻ ഒറ്റയ്ക്ക് ചുമക്കണല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് സത്യം. ഇതവന് കൊടുത്തേക്കാം. 5000 രൂപയുണ്ട്. കൂടുതലാ സാരയില്ല. 5000 കുലുവ. അവന്റെ 10 ദിവസത്തെ കൂലി തികച്ചുണ്ടോ ഇത്? ഓ, ഇനിയൊന്നും ഇല്ല. അകച്ചിരിക്കട്ടെ. 5010. എടി, അവന് 3-4 വയസ്സുള്ളപ്പോഴേ തെണ്ടി തിരിഞ്ഞ് തള്ളയുടെ കൈയും പിടിച്ച് ഇവിടെ വലിഞ്ഞേറി വന്നപ്പോഴേ നീ ഒറ്റ ഒരുത്ത് കാരണം ഇവിടെ കയറ്റി താമസിപ്പിച്ചത്. അന്ന് പോലെ അത് കിട തീറ്റ കിടപ്പ് ഇവിടെ ആയിരുന്നില്ലേ? ചുമ്മാ നടക്കോടി ഇത്. 2 വർഷം കഴിഞ്ഞ് അവന്റെ തള്ള എത്തപ്പോ കുഴിച്ചിടാൻ ചെലവായ കാശ്. ഇതൊക്കെ ഏത് കണക്കിലാ പെടുത്തേ? കളിച്ചു നടക്കേണ്ട പ്രായത്തിൽ ചാണകക്കൊട്ടയും ചുമന്ന് ഈ വീടിന് വേണ്ടി കഷ്ടപ്പെട്ടവനവൻ. നീതി കാക്കുന്ന ഭൂതം പോലെ നിങ്ങൾ ഇതൊക്കെ വെച്ച് പൂട്ടിയിരുന്നു. അനാഥ ചെക്കനാ. എത്ര ജന്മം എടുത്താലും ശാപം തീരില്ല. ശപിക്കാൻ മാത്രം ഞാൻ എന്ത് തെറ്റാ ചെയ്തേ? നക്കാപ്പിച്ച കണക്ക് പറയുന്നത് പോട്ടെ, സ്വന്തം തെറ്റ് ആ പാവത്തിന്റെ തല കെട്ടിവെച്ചിട്ടല്ലേ ഇവിടുന്ന് ഇറക്കി വിടാൻ നോക്കുന്നേ. പാത്ത് എന്ന് കട്ടപ്പാര കൊണ്ട് അയാളുടെ തലക്കടിക്കുന്നത് ആരും കണ്ടില്ല എന്ന് കരുതരുത്. ഒരു കണക്കിന് നോക്കിയാ നീ ചാണകക്കുഴിയിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് കരുതിയാ മതി. എന്തെങ്കിലും ഒരു വഴി ഉണ്ടായിരുന്നെങ്കിൽ നിന്നെ സഹായിക്കാൻ വേണ്ടിയിട്ടെങ്കിലും ഞാൻ ഇവിടുന്ന് ചാടി രക്ഷപ്പെട്ടേനെ. അത് പറഞ്ഞപ്പോഴാ ഓർത്തത്. ഇന്നാള് പത്രത്തിൽ കല്യാണ പരസ്യം തപ്പുന്നതിനിടയ്ക്ക് ഒരു പരസ്യം കണ്ടു. ധനികനായ ഒരു മധ്യവയസ്കന് സഹായി ആവശ്യമുണ്ടെന്നും പറഞ്ഞു. ചുമ്മാതൊരു കത്ത് ഞാനും അങ്ങ് അയച്ചു. വരുവാന്നേൽ നല്ലൊരു ജോലി ഒപ്പിച്ച് തരുമെന്നും ചോദിച്ചോണ്ട് ചെല്ലാൻ മറുപടി വരെയും ചെയ്തു. താണ്ട അയാളുടെ കത്ത ഒരു ഗണപതി അയ്യർ. കൈയിരുന്നോട്ടെ, ആളെ കണ്ടുപിടിച്ച തോട്ടപ്പണിയെങ്കിലും കിട്ടിയെങ്കിലോ. നീ ഇങ്ങനെ നോക്കല്ലേ, എനിക്ക് പിന്നെ കരച്ചിൽ വരും.